മരങ്ങളുടെ കൊലകൊമ്പൻ രാജാവ്. അതായത് ലോകത്തിലെ ഏറ്റവും വണ്ണവും ഉയരവും കൂടിയ ഒരു മരമുണ്ട്, റെഡ് വുഡ് എന്ന് പറയും. ഇത് അമേരിക്കയിൽ മാത്രം വളരത്തുള്ളൂ. പടിഞ്ഞാറൻ പ്രദേശമായ കാലിഫോർണിയയിലാണ് ഈ മരം വളരുന്നത് ലോകത്തിൽ. ഇതിൻ്റെ ഉയരം ഒരു 35 നില കെട്ടിടം വരെ ഇത് പോകാം. ഇത് ആയുസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 വർഷത്തിൽ കൂടുതൽ വരും. ഒരു മരം വലുത് കെട്ടുകയാണെങ്കിൽ 10, 100, 200 വീടുകളൊക്കെ പണിയാനുള്ള മരങ്ങൾ കെട്ടും ഇതിൻ്റെ വയസ്സനുസരിച്ച്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ഫോഗിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും. ഇതിന് മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫോഗിൻ്റെ ഈ മഞ്ഞുകാലത്ത് മഴ പെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത്. തീ എളുപ്പത്തിൽ പിടിക്കുകയില്ല. അതുകൊണ്ട് ഈ കാലിഫോർണിയ ഫയർ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, വമ്പൻ തീപിടുത്തം ഉണ്ടാകുന്നത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ കത്തുകയില്ല, പിന്നെ ചെതലെങ്ങനെ എടുക്കുകയില്ല. അതുകൊണ്ട് കാലിഫോർണിയയിലെ പഴയ ഒരു 10, 50, 100 വർഷമൊക്കെ അല്ല അതിന് മുമ്പോട്ട് പഴക്കമുള്ള വീടുകളൊക്കെ നോക്കി എല്ലാം തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇപ്പോഴും ഇവിടെയുള്ള കാലിഫോർണിയയിലുള്ള വീടുകളിലെയൊക്കെ ചുറ്റുമതിലെല്ലാം തടിയാണ്. എല്ലാം ഈ മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഇതൊന്നും ചെതലെടുത്ത് പോകത്തില്ല. പിന്നെ മഴ പെയ്ത് വെള്ളം ഇത് വലിച്ചെടുക്കത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ തടി വെള്ളം വലിച്ചെടുത്ത് വണ്ണം വയ്ക്കുമല്ലോ, അങ്ങനെ ഒരു ഗുണം കൂടെ ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വലിയ ശിഖരം, അത് വണ്ണം വെച്ച് നമുക്ക് ഒരു മുഴയൊന്നും ഈ തടിക്ക് ഉണ്ടാകത്തില്ല. ശിഖരങ്ങൾക്കെല്ലാം മാക്സിമം നമ്മുടെ ഒരു കൈയുടെ വണ്ണമേ വരത്തുള്ളൂ. അത് തന്നെയല്ല, ഇത് മരത്തിൽ നിന്ന് മരത്തിൽ ആണി അടിച്ച പോലെ ഇങ്ങനെ തുളഞ്ഞ് കയറി വെച്ചിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ആ ഒരു ശിഖരം കണ്ടോ, അത് തുളച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ്, കണ്ടില്ലേ? അത് പ്രായമാകുന്നതിനനുസരിച്ച് താഴെയുള്ളതൊക്കെ പൊഴിഞ്ഞങ്ങ് പോകും. അപ്പോൾ മരത്തിൽ മുഴ അങ്ങനത്തെ യാതൊന്നും കാണത്തില്ല. ഒരു 3 ഇഞ്ച് വരെ ഇതിന് മാക്സിമം വണ്ണം വരത്തുള്ളൂ. സൈഡിലോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിൽ ഒരു 10 അടി. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ യൂക്കാലിപ്റ്റസ് മരം പോലെ ഇങ്ങനെ നേരെ മുകളിലോട്ടേ പോകും. കുപ്രസിദ്ധി ആർജിച്ച കാലിഫോർണിയ ഫയറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഒരു വർഷം ലക്ഷക്കണക്കിന് ഏക്കറിലും അവിടെ തീ പിടിച്ച് കത്തി നശിക്കാറുണ്ട്. പക്ഷേ ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ, ഈ റെഡ് വുഡ് മരം നിൽക്കുന്ന ഫോറസ്റ്റിൽ പിടിച്ചാൽ ഇതിൻ്റെ ഈ ഇലകൾ, ആ ചെറിയ കൈവണ്ണമുള്ള ആ ശകരങ്ങൾ മാത്രമേ കത്തിപ്പോകത്തുള്ളൂ. ഇതിൻ്റെ തടി എങ്ങനെ കത്തത്തില്ല. കണ്ടില്ല നിൽക്കുന്നത്? ഇതൊക്കെ തീ പിടിച്ച് കത്തിപ്പോയ പ്രദേശങ്ങളിലെ ഫോട്ടോയാണ്. അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത. ഇത് എളുപ്പത്തിൽ തീ പിടിക്കത്തില്ല. ഉണ്ട്, ഇതേപോലത്തെ തീയാണ് അവിടെ കത്തുന്നത് എല്ലാ വർഷവും.